ഹരേ കൃഷ്ണ, ജയശ്രീ, രാധേ രാധേ. എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വൈഷ്ണവ സുദർശനത്തിലെ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവ് മുതൽ അമ്മയുടെ ഓരോ തിരുനാമങ്ങളും ഓരോ ദിവസവും യജ്ഞം പോലെ ലോക നന്മയ്ക്കായിട്ട് ഓരോ ദിവസവും 108 പ്രാവശ്യം വെച്ച് ചൊല്ലി അത് ഉപാസിക്കുകയാണ്. ഈ മന്ത്രജപം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും എല്ലാവിധ സങ്കടങ്ങളും ദുഃഖങ്ങളും തീർന്ന് ജീവിതത്തിൽ വളരെ വലിയ ഒരു അഭിവൃദ്ധി, സന്തോഷം, സമാധാനം ഇവയെല്ലാം ഉണ്ടാകുന്നതാണ്. അമ്മ മഹാലക്ഷ്മി ദേവിയെ ഭക്തിപൂർവ്വം ഭജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ മാറി നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം ഉണ്ടാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം തന്നെ യഥാർത്ഥത്തിൽ സന്തോഷിക്കാനുള്ളതാണ്. ആ സന്തോഷം നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെക്കുറിച്ച് പൂർണ്ണമായി അറിയില്ല എന്നുള്ളതാണ്. നമ്മുടെ സ്വരൂപം എന്താണ് എന്നുള്ളതാണ്. ആ സ്വരൂപത്തെക്കുറിച്ച് നമുക്ക് യഥാർത്ഥത്തിലുള്ള അറിവില്ലായ്മ കൊണ്ടാണ് നമുക്കിപ്പോൾ സന്തോഷിക്കാനായിട്ട് സാധിക്കാത്തത്. ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഈ ദുഃഖവും അതിയായിട്ടുള്ളൊരു ദുഃഖവും അതുപോലെ തന്നെ നിരാശ, എന്തിനാണ് ജീവിക്കുന്നത്, ഞാൻ ആർക്കു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, എന്നെ ആർക്കും വേണ്ട, എന്നോട് ആർക്കും സ്നേഹമില്ല, ഞാനൊരു അധികപ്പറ്റാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഒരു സംശയങ്ങൾ, അതുപോലെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ ഒക്കെ അങ്ങനെ അതിൻ്റെ ഒരു നിറവിലാണ് ഈ നമ്മളിൽ അധിക പേരും ഇന്ന് ലോകത്ത് ജീവിക്കുന്നത് എന്നുള്ളത് ഒരു പരമമായിട്ടുള്ള സത്യമാണ്. പിന്നെ ഈ കഴിഞ്ഞു പോയതിനെക്കുറിച്ച്, അതുപോലെ തന്നെ എന്താ പറയുക, ജീവിതത്തിൽ ഒത്തിരി ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം അതൊക്കെ ആ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഇനി എന്തൊക്കെ ആണ് ഇനി ജീവിതത്തിൽ വരാൻ പോകുന്നതിന്, ഇതിനെക്കുറിച്ചൊക്കെ വളരെയധികം ആധി പിടിച്ച് ടെൻഷൻ അടിച്ച് അങ്ങനെയാണ് ഇതിൽ ഒരു 50% ആൾക്കാരും കഴിയുന്നത്. അപ്പോൾ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ അങ്ങനെ ഒരു ജീവിതത്തിലൊരു സന്തോഷം പല ആൾക്കാർക്കും കിട്ടുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. ഇത് മറ്റൊരു കാര്യം വെച്ചാൽ എവിടെ ചെന്നാലും നമുക്ക് പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ്. വീട്ടിൽ പ്രശ്നം, അതുപോലെ തന്നെ ഓഫീസിൽ പ്രശ്നം, അതുപോലെ ബന്ധുക്കളുമായിട്ടും അയൽക്കാരുമായിട്ടൊക്കെ പ്രശ്നം. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ഓരോ ദിവസവും ഇങ്ങനെ നീറി നമ്മുടെ ആയുസ്സും ആരോഗ്യവും ഒക്കെ ക്ഷയിച്ച് നമ്മൾ അവസാനം രോഗികളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ മൈൻഡ്, നമ്മുടെ ഈ മനസ്സ് എപ്പോഴും പോസിറ്റീവായിട്ട് നിലനിർത്തിയാൽ മാത്രം നമ്മുടെ എല്ലാ ഒരു ഒട്ടുമിക്ക ദിവസങ്ങളിലെയും ആ ഒരു പ്രഭാഷണത്തിൽ നമ്മൾ പറയുന്നതാണ്, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം എപ്പോഴും ആ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിറയുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സാർത്ഥകമായി തീരുന്നത്, അല്ലേ? അപ്പോൾ എപ്പോഴും സന്തോഷം, എന്തായാലും നാം ഇപ്പോൾ കുറേ ടെൻഷൻ അടിച്ചാലും, കുറേ ബുദ്ധിമുട്ടി വിഷമിച്ചിരുന്നു കഴിഞ്ഞാലും ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ നടക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നടക്കും. അല്ലാതെ നമ്മളതിനകത്ത് വിഷമിച്ചിട്ടോ ദുഃഖിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഇപ്പം ഒരു തമാശയുള്ളൊരു കഥ ഇപ്പം പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. പണ്ടൊരിക്കൽ നടന്ന കഥയൊന്നുമല്ല, ഒരു ഉദാഹരണം പോലെ പറയുകയാണ്. പണ്ടൊരിക്കൽ ഒരാൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ട്രെയിനിൽ യാത്ര ചെയ്ത ആ വ്യക്തി അയാളുടെ കയ്യിലുള്ള ലഗേജ്, വലിയ വലിയ ബാഗൊക്കെ അയാൾ എന്ത് ചെയ്തു, അയാൾ ട്രെയിനിൽ ഇരുന്നിട്ട് ആ ലഗേജൊക്കെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തിരുന്ന യാത്രക്കാർ ചോദിച്ചു, അല്ലയോ, എന്തിനാണ് അങ്ങ് ഇതെല്ലാം എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത്, താഴെ വെച്ചൂടെ? അപ്പോൾ ട്രെയിനല്ലേ ചുമക്കുന്നത്, ട്രെയിൻ ചുമക്കുമല്ലോ, പിന്നെ അങ്ങ് എന്തിനാണ് ഇതെടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറയുന്ന മറുപടി ഇതാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. നമ്മളെക്കൊണ്ട് പറ്റുന്നത് നമുക്കും ചെയ്തേക്കാം. പാവൻ ട്രെയിൻ ഇത്രയും ആൾക്കാരെയൊക്കെ ഇത്രയും ഭാരമൊക്കെ വഹിച്ചുകൊണ്ട് പോകുന്നതല്ലേ, ഇനി ട്രെയിൻ ഇതും കൂടെ ചുമക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ഭാരം വലിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ ചുമക്കുകയാണ് എൻ്റെ ഭാരം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. ഇതുപോലെയാണ് നമ്മളുടെ പല ആൾക്കാരുടെയും ജീവിതം എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ എത്ര ദുഃഖിച്ചാലും, നമ്മൾ എത്ര ടെൻഷൻ അടിച്ചാലും നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങളെല്ലാം നടക്കും,
അല്ലേ? നടക്കാതെ ഒന്നും ഇരിക്കുകയില്ല. നമ്മൾ കുറേ ദുഃഖം അനുഭവിച്ചു, അല്ലെങ്കിൽ നമ്മൾ കുറേ കഷ്ടപ്പാട് പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ നാം പറയുന്നത് നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള ഒരു ചിന്തകൾ ഭഗവാൻ ഒക്കെ ഭാഗവതത്തിലും അതുപോലെ തന്നെ ഭഗവത്ഗീതയിലൊക്കെ പറയുന്നത്, ഭഗവാനെ മറ്റു ചിന്തകളൊന്നും കൂടാതെ എപ്പോഴും മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുക, മനസ്സിൽ ഭഗവാന്റെ ഒരു സങ്കല്പം കൊണ്ടുവരിക. ഭഗവാൻ എൻ്റെ രക്ഷയ്ക്കായിട്ടുണ്ട്, ഭഗവാൻ എന്നെ സഹായിക്കും, ഭഗവാൻ എന്നെ രക്ഷിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുക. ഭഗവതി എന്നെ രക്ഷിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുക. അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിലുള്ള ഭക്തന്മാരായി എന്ന് നമുക്ക് അവകാശപ്പെടാനായിട്ട് പറ്റുന്നത്. അല്ലാതെ നമ്മളെന്നും ക്ഷേത്രത്തിൽ പോകുന്നതോ എല്ലാ ദിവസവും വഴിപാട് കഴിക്കുന്നതോ അതൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഭഗവാൻ എപ്പോഴും കൂടെയുണ്ട്. എൻ്റെ രക്ഷയ്ക്കായിട്ട് ഭഗവാൻ എന്നും എന്നെ സംരക്ഷിക്കും, ഭഗവാൻ എനിക്ക് ദോഷം വരുന്നതൊന്നും ചെയ്യാൻ സമ്മതിക്കുകയില്ല എന്നുള്ള ഒരു ഉറപ്പ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ, അപ്പോൾ ആ ഒരു പോസിറ്റീവ് ചിന്തകൾ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സംഭവിക്കുന്നതെല്ലാം പോസിറ്റീവായിരിക്കും. ഈ യൂണിവേഴ്സ് മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് അനുകൂലമാകും. പ്രപഞ്ചം മുഴുവൻ നമുക്ക്, ഈ പ്രകൃതി മുഴുവൻ നമുക്ക് അനുകൂലമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു അറിവില്ലായ്മ, ഒരു അജ്ഞതയാണ് ഈ പ്രശ്നത്തിനെല്ലാം, ഈ ഒരു ചിന്തകൾക്ക്, ഈ ഒരു സമാധാനക്കുറവ് അല്ലെങ്കിൽ ഒരു അസമാധാനത്തിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്വരൂപം, നമ്മുടെ സ്വസ്വരൂപം അനുസന്ധാനം ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. അതായത് ഒരു രാജാവിന് എന്താ പറയുക, താനൊരു രാജാവാണെന്നുള്ള ബോധമില്ലാതെ എങ്ങനെയാണ് ആ രാജാവിന് രാജകീയ സുഖങ്ങളെല്ലാം അനുഭവിക്കാനായിട്ട് കഴിയുന്നത്? അദ്ദേഹം രാജാവാണ്, പക്ഷേ അദ്ദേഹത്തിന് അറിയില്ല താൻ രാജാവാണെന്നും തനിക്ക് ഇത്ര അധികാരങ്ങളുണ്ടെന്നും തൻ്റെ കീഴിൽ ഇത്ര പ്രജകളുണ്ടെന്നും തൻ്റെ ആജ്ഞാനുവർത്തികളായിട്ട് ഇത്ര പ്രജകളുണ്ടെന്നൊന്നും ഈ രാജാവിന് അറിയില്ല എങ്കിൽ എങ്ങനെയാണ് ഈ രാജാവിന് ആ രാജ്യം ഭരിക്കാനായിട്ട് കഴിയുന്നത്? എങ്ങനെയാണ് ആ രാജാവിന് രാജകീയ സുഖങ്ങളെല്ലാം അനുഭവിക്കാനായിട്ട് കഴിയുന്നത്? അപ്പോൾ ഇതുപോലെ നമ്മളും ഒരു ആത്മവിസ്മൃതിയിലായിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാമും ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു നാടകമാണ്. നാം കെട്ടുന്ന ഓരോരോ വേഷങ്ങൾ, അല്ലേ? ആ നമ്മുടെ ഓരോ വേഷവും കെട്ടി നാം അഴിച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഇപ്പം വീട്ടിലാണെങ്കിൽ നമ്മൾ ഭാര്യയായിരിക്കും, ചിലർ ഭർത്താവായിരിക്കും, ചിലർ അതുപോലെ തന്നെ മകളായിരിക്കും, മകനായിരിക്കും, സഹോദരിയായിരിക്കും, സഹോദരനായിരിക്കും, അപ്പൂപ്പനായിരിക്കും, അമ്മുമ്മയായിരിക്കും. ഇനി ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഓഫീസറായിരിക്കും, ചിലപ്പോൾ സാധാരണ ഒരു ജീവനക്കാരനായിരിക്കും. അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ ഓരോരോ പുതിയ റോളുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പുള്ള ജീവിതത്തിന് മുമ്പുള്ള കാര്യവും അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യവും നമുക്കറിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ അവസാനവും നമുക്കറിയില്ല. പക്ഷേ നടുക്ക് കിടന്ന് ആ ഒരു ഭാഗം മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചൊരു നമ്മൾ എന്തിനാണ് ഇത്ര ടെൻഷൻ, ഇത്രയും വിഷമങ്ങൾ എന്തിനാണ്? പിന്നെ നമ്മുടെ തന്നെ പിടിപ്പില്ലായ്മ എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ നാം ചില അബദ്ധങ്ങളിലും ചതിക്കുഴികളിലും ഒക്കെ ചെന്ന് വീഴാറുണ്ട്. അപ്പോൾ അതിനൊന്നും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം ദൈവം നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ഓരോ മിസ്റ്റേക്കുകൾ വരുമ്പോഴും നാം തിരുത്തേണ്ട കാര്യങ്ങൾ വരുന്ന സമയത്തുമൊക്കെ ഈശ്വരൻ നമുക്ക് അത് തിരുത്തുന്നതിനുള്ള ഒരു മാർഗനിർദ്ദേശം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ ഇരിക്കുന്നത്. അപ്പം നാം ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന സമയത്ത് ഈശ്വരൻ നമുക്ക് അതിന് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഇപ്പം കാറ്റും കോളും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കാലാവസ്ഥാ കേന്ദ്രം നമുക്ക് മുന്നറിയിപ്പ് തരും. അല്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ പ്രകൃതിയിലേക്ക് ഇറങ്ങി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും, അല്ലേ? ഇന്ന് മഴയുണ്ടാകുമോ, അല്ലെങ്കിൽ ഇന്ന് കാറ്റുണ്ടാകുമോ എന്നൊക്കെ നമുക്ക് ഏകദേശമൊക്കെ അറിയാൻ സാധിക്കും. അത് പ്രകൃതി നമുക്ക് തന്നെ ഒരു മുന്നറിയിപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റാതിരിക്കാനായിട്ട് ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് തന്നെ നമുക്ക് ഓരോ നിർദ്ദേശങ്ങൾ തരാറുണ്ട്. പക്ഷേ നമ്മളത് എത്ര കണ്ട് അനുസരിക്കുന്നുണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ കാണുകയുള്ളൂ. 1000 പേരെടുത്തു കഴിഞ്ഞാൽ, അല്ലേ, ഒരു അബദ്ധത്തിലേക്ക് പോയി ചാടുമ്പോൾ അത് വേണ്ട എന്ന് നമ്മുടെ മനസ്സ് പറയും. പക്ഷേ അതിലേക്ക് എടുത്ത് ചാടുന്നത് എന്തുകൊണ്ടാണ് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിനൊന്നും നമുക്ക് ദൈവത്തിനെ തെറ്റു പറയാൻ പറ്റുകയില്ല. കാരണം ദൈവം നമ്മുടെ ഉള്ളിൽ
ഉള്ളിലിരുന്ന് ഈശ്വരൻ അല്ലെങ്കിൽ ഭഗവതി അമ്മ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് ആ അമ്മ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. നീ ആ പോകുന്ന പാത തെറ്റാണ്, അങ്ങനെ പോകാൻ പാടില്ല എന്ന് അമ്മ നമുക്ക് നിർദ്ദേശം തരുന്നുണ്ട്. പക്ഷേ നാം അത് അവഗണിച്ചുകൊണ്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അപകടങ്ങളിലൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞതിന് ശേഷം എങ്കിലും എൻ്റെ ദൈവമേ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ദൈവത്തെ പഴി പറഞ്ഞിട്ട് അങ്ങനെ പഴി പറയുന്നവരാണ് 99.99% ആൾക്കാരും. അല്ലാതെ ഈശ്വരൻ്റെ നിർദ്ദേശം അനുസരിച്ചുള്ള ആ ഒരു പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യർക്കും, ഒരു ഭക്തനോ ഒരു ഭക്തയ്ക്കോ ഒന്നും ഒരു ചതിക്കുഴികളിലോ അബദ്ധങ്ങളിലോ അപകടങ്ങളിലോ ഒന്നും പോയി ചാടാറില്ല. അത് ഭഗവാന്റെ കൃത്യമായ നിർദ്ദേശപ്രകാരം ഒരു വണ്ടി ഓടിക്കുമ്പോൾ പോലും അത് എപ്പോൾ ഓവർടേക്ക് ചെയ്യാം, എപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് ഈശ്വരൻ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ സെൻസിൽ തരുന്നുണ്ട്. അത് ആ സെൻസ് അതായത് ഈശ്വരനായിട്ട് സംവദിക്കാനുള്ള ഒരു മനസ്സ് നാം ക്രിയേറ്റ് ചെയ്യുക, അതിനുള്ള ഒരു പരിഭാഗപ്പെടുത്തി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതാണ് നമ്മുടെ വിജയം. ഈശ്വരീയത എന്ന് പറയുന്നത് വരാൻ പോകുന്ന കാര്യങ്ങൾ ഏകദേശം ഒരു സൂചന, ഈശ്വരനുള്ള ഒരു ബന്ധം വച്ചിട്ട് അങ്ങനെ ഏറ്റവും ഈശ്വരനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നിർദ്ദേശം തരും, ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യാതിരിക്കുക, നമ്മൾ വെയിറ്റ് ചെയ്യുക, നമ്മുടെ അവസരം വരുന്നതുവരെ നാം കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് ഒരു പരിഹാരമുള്ളൂ. പക്ഷെ നമുക്ക് കിട്ടുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ളതായിരിക്കും നമുക്ക് അവസാനം ഈശ്വരൻ കൊണ്ട് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം നാം കാത്തിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ സമയം അധികരിച്ചു, നമ്മുടെ ഇത് ജപത്തിലേക്ക് കടക്കാം. ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. 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 ഇന്നത്തെ ജപം എന്ന് പറയുന്നത്, അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് ഓം ലോകമാത്രേ നമഃ എന്നുള്ള തിരുനാമമാണ് ഇന്ന് ജപിക്കുന്നത്. ഇന്നലെ ജപിച്ചത് ഓം കരുണായേ നമഃ. ഇന്നലെ കരുണ നിറഞ്ഞ അമ്മയാണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ലോകത്തിൻ്റെ മാതാവായിട്ടുള്ള, ലോകജനനിയായിട്ടുള്ള അമ്മയെയാണ് നമുക്ക് ഇന്ന് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് അമ്മയോടുള്ള എല്ലാ സ്നേഹത്തോടും കൂടി, ഭക്തിയോടും കൂടി, ബഹുമാനത്തോടും കൂടി, ആദരവോടുകൂടി നമുക്ക് ഇന്ന് ഈ അമ്മയുടെ തിരുനാമം ജപിക്കാം. ഈ ജപിച്ചതിന് ശേഷം, ഇത് കേട്ടതിന് ശേഷം അമ്മയുടെ തിരുനാമം ഒരു 5 തവണ എഴുതി ലിഖിത ജപമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. എല്ലാവരും ഭക്തിയോടുകൂടി അമ്മയുടെ, ഭഗവാന്റെയും തിരുരൂപം ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ജപം ആരംഭിക്കാം. ഓം ലോകമാത്രേ നമഃ. 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 ഓം ലോകമാത്രേ നമഃ.
ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. ഓം ലോകമാത്രേ നമഃ. എല്ലാവർക്കും എല്ലാ ദിവസത്തെ പോലെ ഇന്നത്തെ ദിവസവും വളരെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ നല്ല ഒരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഭഗവതി അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ.